നീട്ടി വലിച്ച് ഇതാ കടന്നു വരികയാണ്. ഒന്നാം ട്രാക്കിലെ ജലറാണി റോണി കോശി കാരിച്ചാലിന്റെ 11 നമ്പർ വള്ളം കൊച്ചുമോൻ കാരിച്ചാൽ ടൗൺ ബോർഡ് കുട്ടനാടിന്റെ നേതൃത്വത്തിൽ അതേ കുറുപ്പപ്പുറമൻ അതേ കൊണ്ടാക്കൽ ബോർഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ രണ്ടിലൂടെ കടന്നു വരുന്നു. ഒന്നും രണ്ടും തമ്മിൽ ഒരുങ്ങി പോരാടുന്നു. ജലറാണിയാണോ കുറുപ്പപ്പുറമനാണോ? കുറുപ്പപ്പുറമൻ ജലറാണി കുറുപ്പപ്പുറമൻ. മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രതികർത്താക്കൾ മധ്യഭാഗത്തേക്ക് എത്തുമ്പോൾ ഒന്നാം ട്രാക്കിലൂടെ പുന്നത്രപ്പയ്ക്കൽ, രണ്ടാം ട്രാക്കിലൂടെ PG കരിപ്പിഴ പഴയ ജയ്ഹിന്ദ് കളങ്കിലെ വള്ളമാണ് പുന്നത്രപ്പയ്ക്കൽ 1990. ഇരുട്ടുകുത്തി വള്ളങ്ങള്, ഓടി വള്ളങ്ങൾ എന്നറിയപ്പെടുന്ന വള്ളങ്ങള്, അത് ഇരുട്ടിനെ കീറി മുടിച്ച് അതിവേഗതയിൽ ചീറിപ്പായുന്ന വള്ളങ്ങളെന്ന പേരില് ഒന്നാം ട്രാക്കിലൂടെ 10 നമ്പർ വള്ളം ദാനിയേൽ ബിപിൻ മാധവൻ മേൽപ്പാടം ബോർഡ് ക്ലബിന്റെ കയറി വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ ജലറാണി 11 നമ്പർ വള്ളം അത് റോണി കോശി കാരിച്ചാലിന്റെ നേതൃത്വത്തില് ലീഡിംഗ് ക്യാപ്റ്റൻ കൊച്ചുമോൻ കാരിച്ചാലിന്റെ ടൗൺ ബോർഡ് ക്ലബ് കുട്ടനാടിന്റെ നേതൃത്വത്തില് ഒന്നും രണ്ടും ട്രാക്കിലൂടെ കയറി വരുന്ന ആവേശകരമായ അതിമത്സരത്തിന്റെ ധൈര്യവും വാശിയുമൊക്കെ തെളിയിക്കുന്ന അതിസുന്ദരമായ മത്സരമായി ഇതാ ജലറാണിയും ദാനിയേലും തമ്മിൽ കയറി വരികയാണ്. രണ്ടാം ട്രാക്കിലെ ജലറാണി അത് ജലത്തിലൂടെ പാടിയെടുക്കുകയാണ്. അല്ല, ദാനിയേലും ജലറാണിയും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം രണ്ടാം ട്രാക്കിലെ 14 ജലറാണി റോണി കോശി കാരിച്ചാലിന്റെ കൊച്ചുമോൻ കാരിച്ചാലിന്റെ വ്യത്യാസത്തില് ഇതാ ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ 10 നമ്പര് ദാനിയേൽ അവരിൽ രണ്ടാമത് കടന്നു പോകുന്നു. മാന്നാർ വിജയിച്ചവരാണ് KBC കൊണ്ടാക്കൽ ബോർഡ് ക്ലബ്. മേൽപ്പാടം ക്യാപ്റ്റൻ വിപിൻ മാധവൻ ഓവർ ടു ചമ്പക്കുളം ഗോളി എതിരേറ്റ്. താങ്ക് യു മിസ്റ്റർ വിനോദ് തോട്ടയ്ക്കാണ്. കുറുപ്പപ്പുറമനും ദാനിയേലും തമ്മിലുള്ള ആവേശകരമായ രണ്ടാം പാദ മത്സരം. ഒന്നാം ട്രാക്കിലൂടെ വരുന്ന 18 നമ്പർ വള്ളം അതേ കുറുപ്പപ്പുറമൻ രജിമോൻ റമീസ് പുതുക്കരിയുടെ നേതൃത്വത്തിൽ മത്തായി K ആന്റണിയുടെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ KBC കൊണ്ടാക്കൽ ബോർഡ് ക്ലബ് ഒന്നിലൂടെ കടന്നു വരുമ്പോൾ രണ്ടിലൂടെ ദാനിയേൽ കടന്നു വരികയാണ്. വിപിൻ മാധവന്റെ നേതൃത്വത്തിൽ മേൽപ്പാടം ബോർഡ് ക്ലബിന്റെ 10 നമ്പർ വള്ളം അതേ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ അതിമനോഹരമായ ദൃശ്യമിരുന്ന് ഒരുങ്ങുകയാണ്. കൈതത്തോടില് ഇതാ സുന്ദരമായി കുറുപ്പപ്പുറമനും ദാനിയേലും തമ്മിൽ ഈ കുഞ്ഞോളങ്ങൾക്ക് ഹരം പകർന്നുകൊണ്ട് കുഞ്ഞോളങ്ങളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇതാ ഒന്നാം ട്രാക്കിലൂടെ കുറുപ്പപ്പുറമൻ വള്ളപ്പാടുകളുടെ വ്യത്യാസത്തിൽ KBC കൊണ്ടാക്കൽ ബോർഡ് ക്ലബിന്റെ വർഗീസ് പുതുക്കരിയുടെ നേതൃത്വത്തിൽ മത്തായി K ആന്റണിയുടെ ലീഡൻസിയിൽ ഇതാ കുതിച്ച് വെള്ളത്തിലൂടെ പറന്നു പോകുകയാണ്. തൊട്ടു പിന്നാലെ 10 നമ്പർ വള്ളം ദാനിയേൽ അവരും ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുന്നു. അവരും ഫിനിഷിങ്ങിലേക്ക് ഫിനിഷ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും കടന്നു പോകുമ്പോൾ മനോഹരമായ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ രണ്ടാം പാദ മത്സരം അവസാനിക്കുന്നു. ഇനി വെപ്പ് ബി ഗ്രേഡിന്റെ രണ്ടവനാണ് ഉത്തമൻ പനവേലിയുടെ നേതൃത്വത്തിൽ സുനിൽ മണത്തറായുടെ അല്പം മുമ്പിലാണ്, കുറുപ്പുറമ്പിലാണ് അവരെ പങ്കാളികൾ കറങ്ങുന്നതെങ്കിൽ എന്റെ ജലറാണി ഒന്ന് കുതിച്ചു വാ, ഒന്ന് ഫിനിഷിംഗ് ടച്ചിക്ക് കൊടുത്തെങ്കി വാ, ഒപ്പത്തിനൊപ്പം തുഴഞ്ഞു വാ. ഓട്ടു ചപ്പക്കുളം ജോലി. താങ്ക് യു മിസ്റ്റർ വിനോദ് തോട്ടയ്ക്കാട്. ആവേശകരമായ വള്ളങ്ങളുടെ മത്സരം ഫൈനൽ മത്സരം സ്റ്റാർട്ടിംഗ് നിന്നും ആരംഭിച്ച് ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം ജലറാണിയും കുറുപ്പപ്പുറമനും തമ്മിലുള്ള ആവേശകരമായ ഫൈനൽ മത്സരം ഇതാ ഈ കൈതത്തോടിന് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജലജെറ്റ് പോലെ കടന്നു വരികയാണ്. നയമ്പുകൾ വെള്ളത്തിലേക്ക് അമർത്തി വലിച്ച് നീട്ടി വലിച്ച് ഇതാ കടന്നു വരികയാണ്. ഒന്നാം ട്രാക്കിലെ ജലറാണി റോണി കോശി കാരിച്ചാലിന്റെ 11 നമ്പർ വള്ളം കൊച്ചുമോൻ കാരിച്ചാൽ ടൗൺ ബോർഡ് ക്ലബ് കുട്ടനാടിന്റെ നേതൃത്വത്തിൽ അതേ കുറുപ്പപ്പുറമൻ അതേ കൊണ്ടാക്കൽ ബോർഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ രണ്ടിലൂടെ കടന്നു വരുന്നു. ഒന്നും രണ്ടും തമ്മിൽ ഒരുങ്ങി പോരാടുന്നു. ജലറാണിയാണോ കുറുപ്പപ്പുറമനാണോ? കുറുപ്പപ്പുറമൻ ജലറാണി കുറുപ്പപ്പുറമൻ കൊണ്ടാക്കൽ ബോർഡ് ക്ലബിന്റെ ആവേശകരമായി ജലറാണിയും കുറുപ്പപ്പുറമനും കടന്നു പോകുന്നു. ജഡ്ജസ് ഔദ്യോഗികമായി അവരാണ് റിസൾട്ട് തരേണ്ടത്. മനോഹരമായ ഒരു ഫൈനൽ മത്സരമായിരുന്നു. ഇരുട്ടുകുത്തി വിഭാഗത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പൂക്കളമിട്ടതുപോലെ ആവേശഭരിതമായി ജലോത്സവ പ്രേമികൾ അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രതികർത്താക്കൾ അവർ തീരുമാനം അറിയിക്കുന്നതായിരിക്കും.
2022 CBL പാണ്ടനാട് മത്സരങ്ങൾ നടക്കുകയാണ്. ഇവിടെ ചെറിയ നട്ടായങ്ങളിൽ ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ പോരാട്ടമാണെങ്കിൽ TBC മുൻ രക്ഷാധികാരി കൂടിയാണ്. മറ്റ് സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവാദം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിൻ്റെ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ആവേശകരമായ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം നിന്നും ആരംഭിച്ച് ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം ജലറാണിയും കുറുപ്പ് പറമ്പനും തമ്മിലുള്ള ആവേശകരമായ ഫൈനൽ മത്സരം ഇതാ ഈ കൈതത്തോടിന് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജലജെറ്റുപോലെ കടന്നു വരികയാണ്. നയമ്പുകൾ വെള്ളത്തിലേക്ക് അമർത്തി വലിച്ച് നീട്ടി വലിച്ച് ഇതാ കടന്നു വരികയാണ്. ഒന്നാം ട്രാക്കിലെ ജലറാണി റോണി കോശി കാരിച്ചാലിന്റെ 11ാം നമ്പർ വള്ളം കൊച്ചുമോൻ കാരിച്ചാൽ ടൗൺ ബോട്ട് ക്ലബ്ബ് കുട്ടനാടിന്റെ നേതൃത്വത്തിന് അതേ കുറുപ്പുപറമ്പൻ അതേ കൊണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിന് രണ്ടിലൂടെ കടന്നു വരുന്നു. ഒന്നും രണ്ടും തമ്മിൽ ഒരുങ്ങി പോരാടുന്നു. ജലറാണിയാണോ കുറുപ്പുപറമ്പനാണോ? കുറുപ്പുപറമ്പൻ ജലറാണി കുറുപ്പുപറമ്പൻ കൊണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ ആവേശകരമായി ജലറാണിയും കുറുപ്പുപറമ്പനും കടന്നു പോകുന്നു. ജഡ്ജസ് ഔദ്യോഗികമായി അവരാണ് റിസൾട്ട് തരേണ്ടത്. മനോഹരമായ ഒരു ഫൈനൽ മത്സരമായിരുന്നു. ഇരുട്ടുകുത്തിയും സഹകരണവും സ്നേഹവും എല്ലാവിധ സ്നേഹവും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ വള്ളംകളി സഹായങ്ങളും ചെയ്ത് ഈ വള്ളംകളിയെ പ്രോത്സാഹിപ്പിക്കുകയും അപ്പീൽ കമ്മിറ്റി ആലോചിച്ച് തീരുമാനമെടുത്ത് നിങ്ങൾക്ക് സമ്മാനം തരും. ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് അവർക്ക് സമ്മാനം 2 കൂട്ടർക്കും കൊടുക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. പങ്കെടുക്കുകയും ഈ മത്സരം വാണിജ്യമായി തീർക്കുന്നതിനോട് സഹകരിച്ചതാണ്. ഇപ്പോൾ നടന്ന ഇരുട്ടുകുത്തി ബി ഗ്രേഡും വെപ്പ് ബി ഗ്രേഡിന്റെ മത്സരം